എന്നെ ഇങ്ങനെ കണ്ടാലും അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ പുലർച്ചത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോരുമ്പോ ഭയങ്കര ഉറക്കം വല്ല്. ഒരു അരമണിക്കൂറല്ലേ വണ്ടി നിർത്തിയിട്ടിട്ട് ഞങ്ങള് സൈഡിൽ ഇങ്ങനെ കണ്ണൊന്ന് കണ്ണൊക്കെ അടച്ചു പോവാ ഗൈസ്. അപ്പൊ നമ്മളിതേ വീണ്ടും നേരം പെര വെളുത്തുണ്ട് ഗൈസ്, പെര വെളുത്തുണ്ട്. യെസ്, കോട്ടയത്താറ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പോ ഭയങ്കര ഏർലി മോർണിംഗ് ആയിരുന്നു. അപ്പൊ ഒരു ചായ പോത്തൻകൂടുന്ന് നമ്മുടെ അവിടെ തന്നെ ഒരു ചായ കുടിച്ചിട്ട് വന്നിട്ടാ. അതൊന്നും എടുത്തില്ല, പിന്നെ എടുത്തൊന്നുമില്ല, പിന്നെ ഇരുട്ടാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് വീണ്ടും ഒരു മാസത്തിന് ശേഷം അല്ലേ, കുറച്ച് 2 മാസം ഞങ്ങള് നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു ഷൂട്ടും കാര്യങ്ങളും. എന്താ പറയാ, നമ്മളുടെ ബ്യൂട്ടി ഫാക്ടറി എടപ്പള്ളി, നമ്മുടെ ആകാശ് സാറിന്റെ അവിടേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇന്നൊരു കിടക്കാച്ചി മേക്ക് ഓവർ അല്ലേ പറയൂ, മേക്ക് ഓവർ വ്ളോഗാണ്, വീഡിയോ ആണ്. അതിന്റെ റീൽസും ഷോർട്സ് ഒക്കെ വരും. പിന്നെ ആകാശ് സാർ ബ്യൂട്ടി ഫാക്ടറി അവരുടെ പേജിലും അതുണ്ടാവും. പിന്നെ എന്താ പറയാ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങള്. എന്നെ ആകെ മൊത്തം മാറ്റിയെടുത്ത് മേക്ക് ഓവർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. അപ്പൊ ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ള ശരവണ ഭവൻ എത്തും. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. ശരവണ ഭവൻ എത്തി, ഞങ്ങള് ശരവണ ഭവൻ എത്തി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എപ്പോഴും ഞങ്ങൾ വരാറുള്ള ഈ വഴിക്ക് പോകുമ്പോ എപ്പോഴും കാണാറില്ല. നമ്മൾ അന്ന് ഷൂട്ടിന് വരുമ്പോ ഇവിടെയാണ് കയറിയിരുന്നത്. അപ്പോ ഞങ്ങൾക്ക് ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡാണ് ശരവണ ഭവൻ. എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ വരാന്ന് വെച്ചു. നല്ല വിശപ്പുണ്ട്, ഏർലി മോർണിംഗ് പോകുന്നതാണേ. പിന്നെന്താ, കോഫി കുടിക്കാം. ഞാൻ നെയ് റോസ്റ്റ്, നീയോ? ഞാനും. അപ്പൊ പിന്നെ എന്താ പറയാ, പിന്നെ നമ്മളോട് 2 നെയ് റോസ്റ്റ് 2 കാപ്പി. പിന്നെ അവിടെ നിന്ന് 10 മണിക്കല്ലേ ഓപ്പൺ ആവുക? 10 മണിക്ക് ഓപ്പൺ ആവുള്ള അവരവിടെ. നമ്മളെപ്പോഴെത്തും? നമ്മളിപ്പോ 8:00 9:30 ആകുമ്പോഴേക്കും എത്തും. അപ്പൊ പിന്നെ ആകാശ് സാർ ഇനി എന്തൊക്കെ ചെയ്തു തരും, എങ്ങനെയൊക്കെയാണ് പ്ലാൻ എന്നോ നമുക്കൊരു ഐഡിയ. ഈ വട്ടം മാറ്റി എടുക്കാണ്. നല്ല കട്ട മഴയായിരുന്നു. കട്ട മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ട മഴ. അപ്പോ നമ്മളെ അപ്പൂസിന് ഞാൻ വോയിസ് ഒക്കെ അയച്ചു, ഉറങ്ങാണെങ്കിൽ വിളിക്കണ്ടെന്ന് വെച്ചിട്ട്. എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം കേട്ടോ. അവൻ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം നമ്മൾ അയക്കുമ്പോൾ ഉറങ്ങായിരുന്നു. ചേട്ടൻ അതിനെയും കൂടി പുതപ്പൊക്കെ ഇട്ടിട്ട് കളിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അവൻ അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നായിരുന്നു. ഭയങ്കര കളിയാണ്. ഇന്നല്ലേ കുറേ സമയം അവർക്ക് ഉറങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടി നേരത്തെ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പായസം എന്നൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചിരിക്കാതെ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ 2 നെയ് റോസ്റ്റും 2 കാപ്പിയും പറഞ്ഞു. ഞങ്ങൾ കഴിക്കാൻ പോകുന്ന 2 കാപ്പി നെയ് റോസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ 2-3 സ്റ്റില്ലൊക്കെ എടുക്കട്ടെ ഞങ്ങൾ അല്ലേ. നല്ല കട്ട മഴയെ പുറത്തിട്ടാ, ഒരു രക്ഷയില്ല. നമ്മൾക്ക് വണ്ടി ഇടാൻ നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് ഇതായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കൊണ്ട് വണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫ്രീ ആയി. അപ്പം ഞാൻ വിളിച്ചിട്ടുണ്ട് ഇവിടെ ഇനി മഴയത്ത് അങ്ങോട്ട് പോകണ്ടേ, വണ്ടി കൊണ്ട് ഇവിടെ ഇടായിരുന്നു. കാപ്പി വന്നു ഗൈസ്, ശരവണ ഭവൻ കാപ്പി. അതെ, എനിക്ക് ചെറുപ്പത്തിൽ ചെറിയ കോപ്പയിലിട്ട് ആട്ടുമ്പോഴേക്ക് പേടിയാ, എങ്ങാനും താഴെ പോകുന്നു പണ്ട്. പൊന്നോന് ചില കാപ്പിയും ചില ചായയൊന്നും ഇഷ്ടാവില്ല. എനിക്ക് ഇവിടുത്തെ ചായ ഇഷ്ടമല്ല. പാലിന്റെ ഇത് പാല് കൂടുതലല്ലേ.
എനിക്ക് തട്ടുകടല്ല ചായകളാ ഇഷ്ടം. ഇത് പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ചായ കോഫി ഇവിടുത്തെ നല്ല എനിക്കിഷ്ടം. പക്ഷെ വിച്ചുവിനും അപ്പൂസിനൊക്കെ ഇവിടുത്തെ ചായ ഇഷ്ടല്ലേ. നൈസല്ലേ? ഇവിടുത്തെ ചായ അടിപൊളിയാ. പക്ഷെ എനിക്ക് കൂടുതൽ പാലുള്ളത് ഇഷ്ടമില്ല. നല്ല കട്ട മഴ കേട്ടോ പുറത്ത്. അതാ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് കാപ്പി കുടീനെ. മഴ, ചായ, ജോൺ സമാസിന്റെ സംഗീതമല്ല, ഏതോ വെസ്റ്റേൺ മ്യൂസിക്, റിലാക്സിങ് മൂഡ്. കാലത്ത് അന്ന് നമ്മൾ വരുമ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല അല്ലേ. നമ്മൾ മാത്രമായിരുന്നു അന്ന് ഷൂട്ടിന് വരുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായില്ല, ഞങ്ങൾ മാത്രമായിരുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ട്. അന്ന് നമ്മളാണ് ഫസ്റ്റ് കയറിയത്. അന്ന് 8 മണിക്ക് തുറക്കണ സമയത്ത്. പക്ഷെ ഇവിടുത്തെ ഫുഡ് ഗൈസ് നമ്മുടെ നെയ്റോസ്റ്റ് എത്തിക്കഴിഞ്ഞു. തൊപ്പിക്കാരൻ അപ്പൂപ്പൻ തൊപ്പി വെക്കാൻ പോയി. ആ പാട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. കഴിഞ്ഞ പ്രാവശ്യം പാടി ഉണ്ടായിരുന്നു. 4 ചമ്മന്തി. വെള്ള ചമ്മന്തി, ചുവന്ന തേങ്ങ ചമ്മന്തി, വെള്ള തേങ്ങ ചമ്മന്തി, പുതിനയില ചമ്മന്തി, സാമ്പാർ. അത് അന്യായ രക്ഷയില്ല സാധനം. കഴിക്കാം. പോണം. ആദീസിന് ഓർമ്മ വരിക. അവന് ജീവനത് നെയ്റോസ്റ്റ് കഴിക്കുക. അപ്പൂസ് ആദ്യം അപ്പൂസ് നെയ്റോസ്റ്റ് കഴിച്ച. ഇപ്പൊ അവൻ മസാല ദോശ കഴിക്കുന്നു. നിറച്ച് നെയ്യുണ്ടല്ലേ. നമ്മളൊന്നും ഇരുന്നുണ്ടാക്കി മറ്റെന്തോ ആയി പോകും. അല്ലല്ല, ദോശ ഉണ്ടാക്കിയിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അത് മുരിച്ചിട്ട് ഞങ്ങള് പുതിന ചട്നി ഒരു രക്ഷയില്ല. പൊട്ടിക്കുമ്പോൾ സൗണ്ട് കേട്ടോട്ടാ. ഭയങ്കര ക്രിസ്പി അല്ലേ? ഭയങ്കര സൗണ്ട്. നമ്മളൊക്കെ കടിച്ചു വലിക്കണോ കടകളിൽ. ഞാൻ പുതിന ചട്നി 2ാമത് മേടിച്ചിട്ട് സൂപ്പർ, ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. വണ്ടി ഇവിടെ ഇട്ടുണ്ടാ. അവിടെ ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഈ കോട്ടയം നെട്ടശ്ശേരി. നീ ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറും കൂടി ഉണ്ട്. അതെ, അപ്പോഴേക്കും ഞങ്ങളുടെ ആകാശ് സാർ റെഡി ആവും. അതെ. ഹലോ. അങ്ങനെ ഞങ്ങള് ഒരു കുട്ടി ചായ കുടിച്ചുട്ടാ. വീട്ടിലേക്ക് വിളിച്ചു, പിള്ളേരോടൊക്കെ സംസാരിച്ചു. അപ്പൊ അവര് ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സൂപ്പറായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളത് നമ്മളുടെ ബ്യൂട്ടി ഫാക്ടറിയുടെ അടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോവാണ്. ആകാശ് സാറാണ് ബാക്കിയുള്ളത് പൊന്നിന് വിട്ടുകൊടുക്കണം. എന്താണെന്നറിയില്ല. ഇപ്പൊ എന്റെ ഇപ്പൊ പ്രസന്റ്ലി ഉള്ള കോലം ഇതാണ്. മീൻസ് ഹെയറും മുടിയൊക്കെ. അപ്പൊ ഇനി നമുക്ക് നോക്കാം സാറ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. സാറിന്റെ വൈഫ് പിങ്കി, പിന്നെ നമ്മുടെ സ്റ്റാഫ് പിള്ളേര് എല്ലാവരും അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബ്യൂട്ടി ഫാക്ടറിയിലേക്ക് എടപ്പള്ളിയിലെ ബ്രാഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പൊന്നിന്റെ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ആകാശ് ബ്രോ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന കയറി. പക്ഷെ വേറെ ഒന്നുമില്ല. ഇപ്പം സ്റ്റെപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മള് മേക്ക് ഓവറിന് വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് മേനകയിലും ബ്യൂട്ടി ഫാക്ടറി ഉണ്ടെന്ന് നമ്മളൊന്ന് പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ അങ്ങോട്ടാണ് പോണേ കേട്ടോ. ഇവിടെ സാറ് ആയിട്ട് സംസാരിച്ചു. സാറ് പിന്നെ എന്താ പറയാ, സാറ് ചെറിയൊരു വീഴ്ചയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. പിന്നെ നിറയെ കസ്റ്റമേഴ്സും ഒരുപാട് ഭയങ്കര കസ്റ്റമേഴ്സും തിരക്കൊക്കെയാണ്. അപ്പോൾ നമ്മളെ ബ്യൂട്ടി ഫാക്ടറിയുടെ തന്നെ മേനകയിലും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമ്മളുടെ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കാണിക്കാം. പോകുന്ന വഴിയിൽ ഇത്ര നേരം ഞങ്ങൾ സാറിനൊപ്പമായിരുന്നു. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമായിന്ന് വരില്ല. അപ്പോൾ നമ്മളത് കാരണം പിന്നെ വ്ളോഗൊന്നും അവിടെ പിന്നെ അങ്ങനെ എടുക്കാതിരുന്നത്. നല്ല മഴ, കിടുക്കാച്ചി മഴ പെയ്തുകൊണ്ടിരിക്കട്ടാ. സൂപ്പർ മഴ, കിടിലം മഴ പെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പൊ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണിച്ചാൽ. അതെ, 0.6 ആക്ക്. ഹലോ ഗായ്സ്, കപ്പലുകളൊക്കെ കണ്ടോ നിങ്ങൾ? കപ്പലുകൾ വാവ് സീനറി. മറൈൻ ഡ്രൈവ് അല്ലേ മോനെ? എന്തുട്ടാ സീൻ.
അടിപൊളി അടിപൊളി. നല്ല മഴ പെയ്തിട്ടാ. എനിക്ക് എന്ത് രസമല്ല കാണാൻ. വാവ് വാവ്, നല്ല മഴ ഇവിടെ കേട്ടോ. ട്രിവാൻഡ്രത്ത് മഴയൊന്നുമില്ല, ഇവിടെ നല്ല മഴയാ. എന്നാലേ കൊച്ചി എത്തി വെച്ചോ. കൊച്ചിയിലെ ഫ്ലാറ്റോളായി കാണണ. എന്റെ അമ്മോ, ഏത് ദുബായ് ആയിരിക്കും കണ്ടു കഴിഞ്ഞാ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിക്കില്ലേ ഗൾഫാന്ന്. നല്ല രസമുണ്ട് കാണാനായിട്ട്. വെറൈറ്റി വിശന്നിട്ട് പോയി അല്ലേ. ഹോട്ടലും കാണാനില്ല, ഫുഡ് അടിച്ചിട്ട് കേറാന്ന് വിചാരിച്ചിട്ടാണ് മേക്ക് ഓവറിന്. ഹലോ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്നു. അല്ല നടക്കല്ല, കാറിൽ വന്നിട്ടേ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടണ്ടേ. അപ്പൊ നമ്മളുടെ ഒരു പോലീസുകാരെ നമുക്കൊരു സ്ഥലം കാണിച്ചു തന്നു. അപ്പൊ നമ്മളവിടെ ഇട്ടു. എന്നിട്ട് പിന്നെ ഫുഡ് അന്വേഷിച്ച് നടക്കുമ്പോ നിങ്ങളിങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ചുറ്റും നോക്കുമ്പോൾ കാണാനില്ല. അല്ലെങ്കിൽ ലോകം മുഴുവൻ എറണാകുളത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിരുന്നത് എപ്പോഴും ഫുഡിന്റെ സാധനങ്ങളായിരിക്കും. അപ്പൊ ബിരിയാണി, കൊച്ചി ബിരിയാണി ദമ്മെന്ന് പറഞ്ഞിട്ട് സമയം 3 മണി കഴിഞ്ഞ് നമുക്ക് ലേറ്റ് ആവാൻ പറ്റില്ല. മേക്ക് ഓവറിന് വേണ്ടി കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ദം ബിരിയാണി, കൊച്ചി ദം ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ആകാശ് ബ്രോ ഉണ്ടാവില്ല അവിടെ. സാറിന് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് തിരക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ എന്താണ് മേനകയിലെ നമ്മളെ ബ്യൂട്ടി ഫാക്ടറിയിലേക്ക് പോന്നിട്ടുള്ള വരണം. ചെല്ലാൻ പറയാ സാറ് അവിടെ ആളുണ്ട്, അവര് ചെയ്ത്. ഇതിന്റെ ബാക്ക് സൈഡ് ഫുള്ള് അടിപൊളിയാണെന്ന് പറഞ്ഞ ഇതിന്റെ അല്ലേ വാട്ടർ നമ്മൾ വന്ന വഴിയോ അടിപൊളിയായ സീനറിയൊക്കെ. നമുക്ക് ഈ നേരം നമുക്കൊന്ന് ഇറങ്ങിയൊന്നും ശരിക്കൊന്നും ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റണേ ഇല്ല. അപ്പൊ നല്ല കിടിലൻ കൊച്ചി ദം ബിരിയാണി ഗായ്സ്. അപ്പൊ വേഗം കഴിച്ചിട്ട് വേഗം പോവാം. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും പോവാൻ. അപ്പൊ ഓക്കെ, പപ്പടുണ്ട്, നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്, ദമ്മ് ചിക്കൻ കുഴപ്പമില്ലാണ്ടാ, ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. സലാഡ് സർലാസായിട്ടൊന്നല്ല, ടൊമാറ്റോയും ഒനിയോണും അരിഞ്ഞിട്ടിട്ടിരിക്കുക. വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ കൊച്ചിയിലെ ഫ്ലാറ്റുകൾ നോക്കി ഇങ്ങനെ, അബാർഡാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ്, അതിങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഒരു കിഡിലൻ ദം ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങണേ കേട്ടോ. വൈപ്പിങ്കര നമ്മുടെ ബ്രോഡ്വേയുടെ സൈഡിലാണ് കേട്ടോ. 100 രൂപയുള്ളോ ദം ബിരിയാണിക്ക്. 100 രൂപ, വെറും 100 രൂപ. നിങ്ങൾ ഈ എടപ്പള്ളി എറണാകുളമൊക്കെ വരുന്നവരാണെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നും ഇപ്പോൾ കുറേ പേര് വരികയാണെങ്കിലും നല്ല 100 രൂപയ്ക്ക് ബിരിയാണി ഇന്ന് കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ഇതാന്ന് തോന്നുന്നു. അതും കിട്ടില്ല ദം ബിരിയാണി. 100 രൂപയുടെ കോംപ്രമൈസ് ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറാം. നല്ല ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിച്ചു. നമ്മളെ വണ്ടി അവിടെ വെച്ചേക്കണേ. നമ്മുടെ ഷൂട്ട് ഇവിടെയാണ്. നല്ല കിടുക്കാച്ചി സലാഡായിരുന്നു അല്ലേ അവിടെ നമ്മുടെ ഷൂട്ട്. കിടുക്കാച്ചി സലാഡായിരുന്നു കേട്ടോ. ഞാൻ 2 പ്രാവശ്യം അവൻ്റെ നിന്ന് മേടിച്ചു. വൈപ്പിങ്കര. അപ്പൊ മറക്കരുത്, കേരള ട്രേഡ് സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ്. വണ്ടി ചുള്ളനെ കണ്ടു കണ്ട എന്റെ പ്രാണനാഥൻ. അപ്പൊ ഇവിടെ നമ്മുടെ ബ്യൂട്ടി ഫാക്ടറി ക്യൂട്ട് സലൂൺ. ഇത് മേനകയിൽ കേട്ടാ. നമ്മള് മുന്നേ മറ്റേ മൈക്രോ ബ്ലാഡിങ് ചെയ്യാനായിട്ട് പോയത് എടപ്പള്ളി. രണ്ടും ആകാശ് സാറിന്റെ തന്നെയാണ്. അപ്പൊ സാറിന് അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് ലേറ്റ് ആവില്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആക്കി. നമ്മളെ സിറ്റി സെന്ററൊക്കെ പോലത്തെ അല്ലേ. നേരെ പോയിട്ട് ലെഫ്റ്റ്. ഇത് ഏതോ സിനിമ തിയേറ്ററാണോ? അതേപോലെ ഇല്ലേ. ഏറ്റവും ആണ്ടറേ അങ്ങോട്ട് വൈബാന്ന് പറഞ്ഞത്. അപ്പുറത്തേ ഉണ്ടാ ഫുള്ള് കായല. വെൽക്കം. അപ്പൊ നല്ല കിഡിലൻ വ്യൂ ആട്ടോ അതിൻ്റെ ഉള്ളിലല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മള് കിഡിലൻ വ്യൂ ആണ്. ആകാശ് സാർ പറഞ്ഞ പോലെ തന്നെയുണ്ട്. ബോട്ടുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. പ്രണയിക്കുന്നവർ അവിടെ ഇവിടെയൊക്കെ കൊടക്കയിലിരിക്കുന്നുണ്ട്. നമ്മൾ അവരെ മുഖമൊന്നും കാണിക്കണില്ല. പിന്നെ ഈ പറയുന്ന വെള്ളം നല്ല വ്യൂ ആണ്. അപ്പൊ നമ്മൾ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തിരിക്കുക. പിന്നെ ഇവിടെ ഉള്ളത്
നമ്മളെ മേക്ക് ഓവർ ഹെയർ ആർട്ടിസ്റ്റ് ആണ്. ചെയ്യാൻ പോകുന്നത് സ്പെഷ്യലിസ്റ്റ് നമ്മുടെ അമലയാണ്. വെൽക്കം അമല. അപ്പൊ അമലയുടെ കൈവിരുതുകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഗൈസ്. അപ്പോ എന്താ പറയാ, അമല അങ്ങനെ വീഡിയോയിലൊന്നും വരുന്ന ആളല്ല. അതെ, എന്നാലും ഞങ്ങൾ അമലെല്ലാം കാണിക്കും. പക്ഷെ ഞങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാട്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കാണിക്കുമ്പോ എനിക്ക് അവളെ കാണിക്കുന്നത്, എന്നെ ഇങ്ങനെ മാറ്റുന്ന ആളെ എനിക്ക് കാണിക്കണ്ടേ. അപ്പൊ അമലയെ ഞാൻ ഇതിലേക്ക് വിളിക്കുകയാണ്. അമല, കം 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 കം. മാളിസ് അപ്പൊ ഗൈസ്, ദേ നമ്മുടെ പൊന്നുന്റെ ഹെയറില് മേക്ക് ഓവർ ഹെയറിൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? മാജിക്. അപ്പോ ബ്ലോണ്ട് ചെയ്തോണ്ടിരിക്കട്ടാ. ഇത് ചതി സൂപ്പർ സാധനമായിരിക്കും. ഐറ്റം ലാസ്റ്റ് ഫൈനൽ വരുമ്പോ നിങ്ങൾ നോക്കിക്കോ. ബ്യൂട്ടി ഫാക്ടറി സ്പെഷ്യൽ ആണ്. ബ്യൂട്ടി ഫാക്ടറിയിലെ സ്പെഷ്യൽ ഹെയറിന്റെ പരിപാടിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങള്. തീർച്ചയായിട്ടും ഒരുപാട് പേര് അന്ന് എൻക്വയറി ഒക്കെ ചെയ്തായിരുന്നു മൈക്രോ ബ്ലാഡിങ്ങിന്റെ. അതുപോലെ തന്നെ നിങ്ങൾ ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ എടപ്പള്ളിയിലും ബ്യൂട്ടി ഫാക്ടറി ഉള്ള പോലെ തന്നെ മേനകയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. നമ്മളുടെ ഇവിടുത്തെ ഇത് ചെയ്യുന്ന അമല ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കിട്ടില്ല നോസം സാധനമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ് കണ്ണുകളും നിങ്ങൾ കണ്ടു കാണുക. അപ്പൊ വെയിറ്റ് ഫോർ എൻഡ്. അപ്പോ എന്താ പറയാ, ഇത് ചെയ്യാതെ കാണുക, എന്താ പറയാ, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതെ, പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാം. അതെ, പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോ കോപ്പറേറ്റ് വരുന്നതുകൊണ്ട് ഓഫ് ചെയ്ത് കാണും. പിന്നെ ആകാശാറിനെ മിസ് ചെയ്യുന്നുണ്ട്. ആകാശാറോട് നല്ല തിരക്കാം. ഇത്രത്തോളം ലെയേഴ്സ് ഒക്കെ പൊന്നുന്റെ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇഷ്ടമായാലും ഇഷ്ടമല്ലെങ്കിലും കമന്റ് ചെയ്യുക. ഇത് വിച്ചുവിന്റെ സെലക്ഷൻ ആണ്. പിന്നെ അമ്മലയ്ക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, വെറൈറ്റി അല്ല അമല, വെറൈറ്റി. അപ്പൊ ഞാനും ഇത് കോപ്പറാണ് ഞാൻ ഇതുവരെ ചെയ്തിരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കണ്ടു നോക്കുക. അതെ, കമന്റ് ചെയ്യുക. പൊളി സാധനമാണ്, വെറൈറ്റി സാധനം, ഇടിവെട്ട് സാധനം ഗൈസ് വരുന്ന കാത്തിരിക്കുക. യെസ്. അപ്പൊ ഗൈസ്, നമ്മുടെ പൊന്നുന്റെ ലുക്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ, കണ്ടാ നിങ്ങള് ഫസ്റ്റ് ലുക്ക് കണ്ടാ നിങ്ങള്. ഇത് അവസാനത്തേക്ക് ഞാൻ കാണിച്ചല്ലോ കളർ. ഇത് എങ്ങനെയുണ്ടെന്ന് പറ, അതൊക്കെ സസ്പെൻസ് ആണ്. ഈ കളർ എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് സിംഗപ്പെണ്ണായിട്ട് ഇരിക്കുന്നപ്പോ സിംഗപ്പെണ്ണേ. യെസ്, ഏതാണ്ട് കഞ്ചാവ് കടിച്ചിട്ടിരിക്കുന്ന ഡ്രഗ്സ് അഡിക്റ്റ് ആണ് ഗൈസ്. അതെ, ഒരു സിംഗ കളർ കടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇതല്ല കളറ്, നിങ്ങൾ ഇതല്ല. അപ്പൊ എന്തിനാ പറയണേ? സസ്പെൻസ് അല്ലേ? ഇതല്ല, ഇതാണ് കളർ എന്ന് നിങ്ങൾ വിചാരിച്ചത്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടോ? പറയൂ. നല്ല ഗോൾഡൻ ബാർബി ഗേൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി വരുന്നുണ്ട് കേട്ടാ. ഇതെല്ലാണ് ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ മിനുക്ക് പണിയല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഫസ്റ്റ് കഴിഞ്ഞു, ഇനി സെക്കൻഡിലേക്ക് കടന്നു. അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പൊന്നിന്റെ കളർ എന്താണ് വെറൈറ്റി സാധനം.
അപ്പോൾ അതെ ഗായ്സ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുന്നൂസിനെ ഉണക്കാഴ്ത്തിണ്ട് അല്ല കഴുകാൻ കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ കളറൊക്കെ ഇപ്പൊ ഫൈനല് കാണാൻ ഗൈസ്. അതെ ഞാൻ റിലാക്സ് ചെയ്ത് റിലാക്സ് ഒന്നും ചെയ്യണ്ട, എണീച്ചോ കഴിഞ്ഞു. നിങ്ങൾ ഞെട്ടാൻ പോവാണ് ഗൈസ്, ഞെട്ടാൻ പോവാണ്. ഇപ്പൊ ഞെട്ടും പാഞ്ഞെട്ടും മറ്റേ എന്നിട്ട് ജഗതി എന്നിട്ട് ഉടക്കി ഇപ്പൊ പൊട്ടിക്കും നെടുപടി പറയില്ലേ മിഥുനത്തിൽ, അതേപോലെ ഇപ്പൊ കാണാം നിങ്ങൾക്ക് വെറൈറ്റി സാധനം. അതെ നിന്റെ ചേച്ചി കാണുമ്പോ അപ്പൊ ഗായ്സ് ദേ നമ്മുടെ പൊന്നിന്റെ കളറൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ അമലു കലാവിരുദ്ധകള്. അതെ അതും ഓൺലി ബ്യൂട്ടി ഫാക്ടറി. അതെ ഓൺലി ഇൻ ബ്യൂട്ടി ഫാക്ടറി. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനടി നിങ്ങൾക്ക് ബ്യൂട്ടി ഫാക്ടറിയിൽ കൊണ്ടുകഴിഞ്ഞാൽ റെഡായിട്ട് ചെയ്ത് തരും. ഏത് കളറ് ഏത് രീതിയിൽ എങ്ങനെ ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്, സെറ്റാണ്. എങ്ങനെയുണ്ട് വെറൈറ്റി? നിങ്ങൾക്ക് വെറൈറ്റി വേണമല്ലേ ഒന്നും നോക്കാൻ. അപ്പോൾ അതെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ബ്യൂട്ടി ഫാക്ടറിയിലാണ്. അപ്പോൾ നമ്മളുടെ അമലാണ് ഇത് ചെയ്തത്. അതെ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും സാധാരണ കോപ്പർ കളറും നമ്മളിപ്പോ ഈ വെളിച്ചത്തിൽ കാണുന്ന പോലെ അല്ല, ഡയറക്റ്റ് കാണുമ്പോ നിങ്ങൾക്ക് ഇനി മുതൽ കാണുന്നതാണ് പല വെറൈറ്റി ആയിട്ട്. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്തു വരുമ്പോ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. ഇത് സൺലൈറ്റിൽ വരുമ്പോ കുറച്ചും കൂടി നല്ലൊരു പഞ്ചവർണ്ണ തത്ത പോലെ. പിന്നെ ഇതിപ്പോ ഇങ്ങനെ വെച്ചിട്ടാക്കിയാണെങ്കിലും അതെ നൈസാണ്. ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെ കെട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെ തത്തമ്മേ പഞ്ചവർണ്ണക്കിളി. അപ്പൊ നമ്മളുടെ ഇത് വീഡിയോ കാണുന്നവർ നമ്മളുടെ മൈക്രോബ്ലാഡിങ് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചായിരുന്നു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു. ഒരുപാട് പേർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എടപ്പള്ളിയിലെ ബ്യൂട്ടി ഫാക്ടറി പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ സാറിൻ്റെ തന്നെയാണ് സാറിൻ്റെ തന്നെയാണ് ഈ മേനക ബ്യൂട്ടി ഫാക്ടറി. മേനകയിലുള്ള ബ്യൂട്ടി ഫാക്ടറി മേനകയിലുള്ള ബ്യൂട്ടി ഫാക്ടറി. അപ്പോൾ നമ്മുടെ അമലുമാണ് നമുക്ക് ഇത്രയും മനോഹരമായ ഹെയർ കളർ ചെയ്ത് തന്നതും എല്ലാം ചെയ്തതും നിങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും. ഗേൾസൊക്കെ ഈ സ്റ്റുഡൻസിനൊക്കെ ചില്ലായി ഏത് വെറൈറ്റി ഡിഷ് ഇപ്പൊ ഈ കളേഴ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഇത് മതി അത് മതി അവർ ചോദിക്കും ഏതൊക്കെ കളർ നമ്മൾ വേണമെങ്കിൽ അതനുസരിച്ച് ഈ ഭൂലോകത്തിൽ ഏത് കളർ പറഞ്ഞാലും അതനുസരിച്ച് അവരത് മിക്സ് ചെയ്ത് നമുക്ക് ആക്കി തരും. കിടിലം പ്രൊഡക്റ്റാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ എടുത്ത് പറയാതെ വയ്യ. അപ്പൊ അങ്ങനത്തെ വേറെ ഇതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ എന്താ പറയുക, നിങ്ങൾക്ക് ഈ കളേഴ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ കമന്റ്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷനിലും എല്ലാ കാര്യങ്ങളും അഡ്രസ് ഒക്കെ ബ്യൂട്ടി ഫാക്ടറിയുടെ വെക്കുന്നുണ്ട്. മേനകയിലുണ്ട്, എടപ്പള്ളിയിലുണ്ട്. അപ്പോൾ ആകാശ് ബ്രോനെ ബന്ധപ്പെടാം. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇതാണ് നമ്മൾ പൊന്നുന്റെ മേക്ക് ഓവർ. ഈ മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതെ ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതേപോലെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ.